ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. നമ്മുടെ മാർക്കറ്റ് മെല്ലെ ആണെങ്കിലും മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഹൈലി വോളറ്റൈലാണ്. അപ്പോൾ ഇന്നലെ നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് താഴെ പോയി. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും ഭയങ്കരമായിട്ട് താഴെ പോയി. അതായത് 2% മുകളിൽ ഡൗൺ ആണ്. നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 1% അടുത്ത് ഡൗൺ ആയിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണ് ഈ കാണുന്നത്. മന്ത്ലി ചാർട്ടാണ്. 2006 മുതലുള്ള ചാർട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് 2000 പോയിൻറ്റ് അവിടെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത് 26,000 തൊട്ട് താഴെയാണ്. 26,000 മുകളിൽ പോയായിരുന്നു, എവർ ഹൈയിലേക്ക് പോയായിരുന്നു. അവിടുന്ന് ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് നോർമലി അങ്ങനെയാണ്. ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുകയും പിന്നീട് അത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ അതിനിടയ്ക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്ഷമ ഒരുപാട് പരീക്ഷിക്കും. അത് മാർക്കറ്റ് ഇപ്പം മാത്രമല്ല, പണ്ട് മുതലേ മാർക്കറ്റ് അങ്ങനെയാണ്. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കുറച്ച് ഫണ്ടുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മിക്ക ആളുകളുടെയും പോർട്ട്ഫോളിയോയിൽ ഈ ഫണ്ടുകൾ ഉണ്ടാവില്ല. പക്ഷേ ഈ ഫണ്ടിനെ പറ്റി മുമ്പ് പറയാതിരുന്നത്, മാർക്കറ്റ് 22 വന്നു, 23 വന്നു, 24 വന്നു, 25 വന്നു, ഇപ്പോൾ 26,000 നിൽക്കുന്നത് അല്ലേ. ആ സമയത്ത് നല്ല ഇക്വിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിപൂർവമായ തീരുമാനമാണ്. ഇനി ഒരു പക്ഷേ നമ്മൾ 24,000 25,000 ഒന്നും കണ്ടില്ല എന്ന് വരും. ഇപ്പോൾ 26,000 താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ചിലപ്പോൾ 25,000 പോലും കാണാൻ സാധ്യതയില്ല. അഥവാ 25,000 കണ്ടാൽ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ക് കൂട്ടുക. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ കറക്ഷൻ മോഡിലാണ് പോകുന്നത്, വളരെ ചെറുത്. എല്ലാ വർഷവും ഈ ഡിസംബർ മാസം മാർക്കറ്റ് വലിയ രീതിയിൽ ഉയരാനുള്ള ഒരു സാധ്യതയില്ല. എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ, മാർക്കറ്റാണ്. ആർക്കും അങ്ങനെ പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കാണുന്ന ഈ ക്രിസ്മസ് സമയങ്ങളിൽ ഫോറിനേഴ്സ് എൻ്റർടൈൻ ചെയ്യുന്ന മാസമാണ്. അവിടെ വലിയ ആഘോഷമാണ്. അല്ലെങ്കിൽ തന്നെ ഫോറിനേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ വരുന്നില്ല. എന്നാൽ വാല്യുവേഷൻ കുറയുമ്പോൾ അത് വരുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. ഇപ്പോഴും നമ്മുടെ മാർക്കറ്റ് വാല്യുവേഷൻ കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യാതെ നിൽക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഒരു ക്ഷമ കെടുന്ന ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ക്ഷമ കെടേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് ഫണ്ടുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്, കുറച്ച് കാറ്റഗറി പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അത് കാണില്ല. ആ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നെഗറ്റീവ് ആവില്ല. ഇപ്പോൾ നേരത്തെ തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പോർട്ട്ഫോളിയോ ഒന്നും നെഗറ്റീവ് അല്ല. നമ്മളിവിടെ 2006 കണ്ടല്ലോ, 2000 പോയിൻറ്റിൻ്റെ അവിടെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. പിന്നീട് ആ 2000 വന്നിരിക്കുന്നത് 2008 ക്രാഷിലാണ്. 2009 അത് വന്നിരിക്കുന്നത്. പിന്നീട് അത് വലിയൊരു ക്രാഷ് വന്നു. ഗ്ലോബലി വന്ന ഒരു ക്രാഷാണ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് തിരിച്ച് സ്ട്രോങ് ആയിട്ട് കയറിപ്പോയി. പിന്നീട് ഒരിക്കലും ആ 2000 ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ കൊറോണ ടൈമിൽ 7,500 വരെ വന്നു. വളരെ ഫാസ്റ്റായിട്ട് തന്നെ മാർക്കറ്റ് കയറിപ്പോയി. ഇനി ഒരിക്കലും നമുക്ക് ആ 7,500 കാണാൻ സാധിക്കില്ല. ഇപ്പം 100% അങ്ങനെ പറയാൻ പറ്റൂല. ഒരു ലോകമഹായുധം വന്നാൽ പോലും ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും. വല്ല ധൂമകേതു വല്ലതും ഭൂമിയിലേക്ക് ഇടിച്ച് അങ്ങനെ വല്ലതും ആയാൽ ഒരു പക്ഷേ സാധിച്ചേക്കും. അതായത് റയറസ്റ്റ് പോസിബിലിറ്റി ആണ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഇനി കാണാൻ, അതായത് കാണാൻ മിക്കവാറും പറ്റിയില്ലെന്ന് വരും. ഞാൻ ആ പറയുമ്പം മനസ്സിലാകുന്നുണ്ടല്ലോ, അവിടെ മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഒരു 0.0009% പോലും ഇല്ല. 100% ഇല്ല എന്നല്ല, ഒരു ചെറിയ ഒരു സംഭവം നമ്മളവിടെ വിടുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ക്രാഷ് 2022 വന്നിരിക്കുന്ന ക്രാഷ്, അപ്പോൾ മാർക്കറ്റ് 15,000 ലെവലിലൊക്കെ വന്നിരുന്നു. ഇനി ആ ഒരു ലെവലും നമ്മൾ കാണാൻ പോകുന്നില്ല. പിന്നീട് ഈ വർഷം വന്ന ക്രാഷ് 21,800 സംതിങ്, 22,000 കൂട്ടിക്കോളൂ, 22,000 ലെവൽ. ഈ ഒരു ലെവലും ഇനി നമ്മൾ കാണാനുള്ള സാധ്യതയില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 25,000 പോലും ഇനി കാണാൻ സാധ്യതയില്ലെന്നുള്ള. അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഓരോ 1000 പോയിൻറ്റ് മാർക്കറ്റ് ഇടിയുമ്പോഴും അവിടെ ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള പണം എവിടെ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തത്, കുറച്ച് പേരുടെയൊക്കെ പോർട്ട്ഫോളിയോ ലോസിലായിരിക്കും. ഇപ്പോൾ എല്ലാവരുടെയും അല്ല ഞാൻ പറയുന്നത്, ഒരു 95% മുകളിൽ ആൾക്കാരുടെയും പോർട്ട്ഫോളിയോ ലോസിലാവില്ല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ചിലപ്പോൾ പുതിയതായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ പോർട്ട്ഫോളിയോ ലോസിലായിരിക്കാം. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷം SIP ചെയ്തവരുടെ പോർട്ട്ഫോളിയോ ലോസിലാവില്ല. ലംസോ ഒക്കെ മാർക്കറ്റ് ഈ ഒരു മുകളിൽ ഈ ലെവലിലൊക്കെ ലംസോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ പോർട്ട്ഫോളിയോ ഒരു പക്ഷേ ലോസിലായിരിക്കാം. ഇനി ലോസിലല്ലാത്തവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഫണ്ടുകൾ റിസ്ക് കുറഞ്ഞ ഫണ്ടുകളാണ്. എന്തിനാണ് ആ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഓരോ 1000 പോയിൻ്റ് ഇടിയുമ്പോഴും അത് എപ്പോഴും ആ അവസരം കിട്ടില്ല.
അങ്ങനെ ഇടിയുകയാണെങ്കിൽ ഈ ഫണ്ടിൽ നിന്ന് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് നിന്ന് ഹൈ ഗ്രോത്ത് ഉള്ള ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് സ്വിച്ച് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് ഒരു സൈഡ് വൈസ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അതായത് റിസ്ക് കുറഞ്ഞിട്ടുള്ള ഫണ്ടുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു മിക്സായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ലോസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി ഏതൊക്കെയാണ് ആ ഫണ്ടുകളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഫണ്ട്സാണ്. ഇത് ഒരുപാട് കാറ്റഗറീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ 10 വർഷത്തെ റിട്ടേൺ നമുക്കിവിടെ കാണാൻ പറ്റും. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടിൽ 10 വർഷത്തെ ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 12% മുകളിലാണ്. സോ ഈ ഒരു ഫണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. 5 വർഷത്തെ ആവറേജ് CAGR, ഇത് CAGR ആണ്, പെർ ഇയർ ആണ്, അത് 15%. 3 വർഷത്തേത് 13.62%. 2 വർഷത്തേത് 12.91%. 1 വർഷത്തേത് ഓൾമോസ്റ്റ് 3%-അടുത്ത്. 6 മാസത്തേത് 3.43%. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേക ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഹൈബ്രിഡ് ഫണ്ട് ഹൈ റിസ്ക് ഉള്ള ഹൈബ്രിഡ് ഫണ്ടാണ്. അതുപോലെ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടുണ്ട്. അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ 1 വർഷത്തെ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉള്ള ഹൈബ്രിഡ് ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടാണ്. 11% മുകളിലാണ് 1 വർഷത്തെ റിട്ടേൺ. 2 വർഷമാകുമ്പോൾ 15% മുകളിലേക്ക് പോയി. 3 വർഷമാകുമ്പോൾ അവിടെയും 15% മുകളിൽ. 5 വർഷവും 17% മുകളിൽ. 10 വർഷം 13.36% മുകളിൽ. 6 മന്ത് റിട്ടേൺ പോലും 8.51%. സോ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വേണ്ടേ? ആരുടെയൊക്കെ പോർട്ട്ഫോളിയോയിലുണ്ട്? ഞാൻ ഓൾറെഡി മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് നമ്മുടെ ക്ലയൻസിൻ്റെ ഇതിന് മുമ്പ് തന്നെ നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാറ്റഗറിയിലെ ഒരു ലീഡറെ തന്നെയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. വീഡിയോ ചെയ്തിട്ടുണ്ടോയെന്ന് ഓർക്കുന്നില്ല. അതുപോലെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇന്ന് തൊട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരും കേട്ടോ. അത് ഓൾറെഡി ആ മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു 3-4 ദിവസം കൊണ്ട് എല്ലാവർക്കും അത് എത്തും. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരു ഫണ്ട് പരിചയപ്പെടുത്തുന്നുമുണ്ട്. റിസ്ക് കുറഞ്ഞിട്ടുള്ള ഫണ്ടാണ്, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അത്യാവശ്യം വേണ്ട ഫണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ആ മെസ്സേജ് വാട്സപ്പിൽ കിട്ടും. അതുപോലെ ഏഞ്ചൽ ഫണ്ടിൽ അക്കൗണ്ട് എടുത്തവർക്ക് ഉടനെ വരും കേട്ടോ. അവർക്കും ഇതുപോലുള്ള പ്രോഡ്കാസ്റ്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ വർക്ക് പിന്നണിയിൽ നടക്കുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഇൻസൈറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്കും കിട്ടും. ഇപ്പോൾ നിലവിൽ അസറ്റ് പ്ലസിൽ ഉള്ള ക്ലയൻസിനാണ് പോകുന്നത്. പക്ഷേ ഉടനെ തന്നെ ഏഞ്ചൽ ഫണ്ടിൽ അക്കൗണ്ട് എടുത്തവർക്കും ആ ഒരു മെസ്സേജ് ഡെലിവറിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് കിട്ടും. ഇനി ഫണ്ട്സ് ബസാറിൽ എടുത്തവർക്കൊക്കെ ഓഫ് കോഴ്സ് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് അക്കൗണ്ട് എടുക്കാം. എന്നിട്ട് വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ എന്നെ ഒന്ന് അറിയിക്കുക. കാരണം നമുക്കിവിടെ സേവ് ചെയ്യാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയാണ്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക കേട്ടോ. പോർട്ട്ഫോളിയോ റീബാലൻസിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വന്തം ചെയ്യാതെ നമ്മുടെ ഒരു അഭിപ്രായം കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് തിരിച്ചു വരാം. ഇക്വിറ്റി സേവിങ് ഫണ്ട് ഇത് നോക്കി, ഇതിൻ്റെ ഒരു റിട്ടേൺ 6 മാസത്തെ റിട്ടേൺ 3% മുകളിൽ, 1 വർഷത്തേത് 5% മുകളിൽ. അത് ഈ ഒരു വർഷമാണ്. എന്നാൽ 2 വർഷത്തേത് 9% മുകളിലാണ്. 3 വർഷത്തേതും അതെ, 5 വർഷത്തേതും അതെ, 10 വർഷത്തേത് 8.25% മുകളിൽ. സോ FDക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഫണ്ടല്ലേ ഇത്, ഇക്വിറ്റി സേവിങ് ഫണ്ട്. ഈ ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഹൈ റിസ്ക് ഉള്ള ഫണ്ടുകൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. മാർക്കറ്റ് ഒരു ക്രാഷിലേക്ക് പോകുമ്പോൾ ആ താഴെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മിക്കവരുടെയും കയ്യിൽ പൈസ കാണില്ല. ഒരു സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ, വളരെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഒരിക്കലും ഈ ഹൈ റിസ്ക് ഫണ്ടുകൾ മാത്രമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. അവരുടെ പോർട്ട്ഫോളിയോയിൽ ഈ കാണുന്ന പല ഫണ്ടുകളുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, വേറെ 2 ഫയൽ കൂടിയുണ്ട്. അത് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു വലിയ പോർട്ട്ഫോളിയോയിൽ 30 മുതൽ 40% വരെ ഫണ്ടുകൾ ഡെപ്റ്റും ഹൈബ്രിഡും ഒക്കെ ആയിരിക്കും. ഈ ഹൈബ്രിഡിൽ തന്നെ പല തരത്തിലുള്ള ഫണ്ടുകളുണ്ട്. നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കിയതിന് ശേഷം ഏതാണ് വേണ്ടതെന്ന് ഒന്നെങ്കിൽ അത് നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും ഈ ഫണ്ടുകളിൽ തന്നെ ഭയങ്കര നോളജ് ഉണ്ടാകണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ എക്സ്പേർട്ടിന് നോളജ് ഈ കാര്യത്തിലൊക്കെ നോളജ് ഉണ്ടോ എന്ന് നോക്കുക. എന്തായാലും ഞാനത് പറഞ്ഞു വന്ന കാരണം എനിക്ക് കിട്ടുന്ന വാട്സപ്പ് മെസ്സേജുകൾ നോക്കുമ്പോൾ എല്ലാ മെസ്സേജ് ഞാൻ നോക്കും. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കങ്ങനെ വീഡിയോയിലൊന്നും തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ഹൈബ്രിഡ് കാറ്റഗറിയിലെ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടുണ്ട്.
ഇതിൻ്റെ റിട്ടേൺസ് നോക്കിയേ, 2 വർഷത്തേത് 1 വർഷത്തെ വളരെ കുറവാണ്. കാരണം ഈ വർഷം മാർക്കറ്റ് ഭയങ്കര ശോകമായിരുന്നല്ലോ. അപ്പോൾ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിലാണ് ഈ വർഷം ഈ ഹൈബ്രിഡ് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഡൈനാമിക് അസറ്റ് അലോക്കേഷനിലും ഈ പറയുന്ന പോലെ ഒരു 10%, 9% ആ റിട്ടേൺ പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിലും ചെയ്യാവുന്നതാണ്. 1 ഇയർ റിട്ടേൺ 2.50 ആണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ SIP ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ ഇതിൽ കൂടുതലായിരിക്കും. ഇവിടെ ഞാനൊരു സിസ്റ്റം പറയാം. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു ഫണ്ടിൽ ദിവസേന പോകുന്ന രീതിയിൽ SIP സ്റ്റാർട്ടല്ല, നേരത്തെ തന്നെ ഞാൻ ദിവസേന പോകുന്ന രീതിയിൽ SIP ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഒക്കെ ഞാൻ കാണിച്ചായിരുന്നല്ലോ, പോർട്ട്ഫോളിയോ കാണിച്ചായിരുന്നു. ദിവസേന 100 രൂപ പോകുന്ന രീതിയിൽ, 200 രൂപ പോകുന്ന രീതിയിൽ, 500 രൂപ പോകുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടിൽ, അതായത് ഒരു 10% കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫണ്ടിൽ എല്ലാ ദിവസവും ഒരു എമൗണ്ട് പോകുന്ന രീതിയിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി പോകുന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. SIP എമൗണ്ട് ഒന്നും ഇവിടെ മാറ്ററല്ല, അതിപ്പോൾ നമുക്ക് 100 രൂപ വെച്ച് വരെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനത് ചെയ്തിരിക്കുന്നത് 2000 രൂപയാണ്. ആ ഒരു മെത്തേഡ്, അതായത് ഡെയിലി SIP, അതിപ്പോൾ 500 ആകാം, 1000 ആകാം, 2000 ആകാം, 4000, 6000 ഒക്കെ 10,000 അടുത്ത് വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മെയിനായിട്ടും ബിസിനസ്സുകാർക്കൊക്കെയാണത്. ഇപ്പോൾ ഷോപ്പിൽ നിന്നും അങ്ങനെയൊക്കെയുള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ വരുമാനം ഇതിലേക്ക് ഇട്ടിട്ട് ഡെയിലിയാണ് ഇടുന്നത്. അപ്പോൾ അവർ അവിടെ ഒരു ആവറേജിങ് പ്രൈസിങ്ങിൻ്റെ എഫക്റ്റും കിട്ടുമല്ലോ. അപ്പോൾ അത് എന്തോ നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 100 രൂപ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം. ഇതേപോലെ ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിലെ കാറ്റഗറിയിൽ തന്നെ നല്ല ഫണ്ടുകൾ നോക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ഡെയിലി SIP ചെയ്യുന്ന വളരെ നല്ലതാണ്. കാരണം ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞു, 25,000 ഇനി നമ്മൾ കാണുമോയെന്ന് അറിയില്ല. കണ്ടാൽ അത് വലിയ ഭാഗ്യമാണ്. 24,000 നമ്മൾ കാണുമോയെന്ന് അറിയില്ല. എന്തായാലും 22,000 അതിൻ്റെ താഴേക്കൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ല. ഒരു 90% കേസിലും അതിന് സാധ്യതയില്ല. അപ്പോൾ അഥവാ ഇനിയിപ്പോൾ ഒരു 1000 പോയിൻറ്റോ 2000 പോയിൻറ്റോ നമുക്ക് കറക്ഷൻ കിട്ടിയാൽ ആ സമയത്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ ഫണ്ടുകൾ നമുക്ക് അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഭാവിയിലേക്ക് നമ്മുടെ റിട്ടേൺ കൂട്ടാനായിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് സഹായിക്കും. ഒന്നെങ്കിൽ സ്വിച്ച് ചെയ്യാം, ഇനി കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യേണ്ട. ഈ ഹൈബ്രിഡ് ഡെപ്റ്റ് ഫണ്ടുകളിലൊക്കെ കിടക്കുന്ന അവിടെ കിടന്നോട്ടെ, എക്സ്ട്രാ പൈസ ഇട്ടാൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മളൊരു റൂള് വെക്കുന്നു. ഇപ്പോൾ 1000 പോയിൻ്റ് ഇടിഞ്ഞ് കിട്ടിയാൽ ഞാൻ 1 ലക്ഷം രൂപ ഇടും. 2000 പോയിൻ്റ് ഇടിഞ്ഞ് കിട്ടിയാൽ ഞാൻ 2 ലക്ഷം രൂപ ഇടും. 3000 പോയിൻ്റ് ഇടിഞ്ഞ് കിട്ടിയാൽ ഞാൻ 3 ലക്ഷം രൂപ ഇടും. 4000 പോയിൻ്റ് ഇടിഞ്ഞ് കിട്ടിയാൽ ഞാൻ ബൾക്കായിട്ട് ഞാൻ 4 ലക്ഷം രൂപ ഇടും. ഇങ്ങനെ നമ്മളൊരു റൂള് എടുത്തു. അപ്പോൾ ഇത്രയും പൈസ വേണ്ടേ. ഈ കഴിഞ്ഞ മാർക്കറ്റ് കറക്ഷൻ 4000 പോയിൻ്റ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ 4000 വരെ പറഞ്ഞത്. പിന്നെ അതിലും താഴേക്ക് ഇടിയുവാണെങ്കിൽ ഇടിയട്ടെ, പൈസ ഉള്ളവർ ഇടുക, ഇല്ലാത്തവർ ഹോൾഡ് ചെയ്താൽ മാത്രം മതി. കാരണം അങ്ങനെ ഏറ്റവും താഴേക്ക് പോയി കഴിയുമ്പോൾ അവിടുന്ന് ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെല്ലാ കറക്ഷനും നമ്മൾ കാണുന്നതാണ്. ഇപ്പം മാർക്കറ്റ് 4000 പോയിൻ്റ് ഇടിഞ്ഞിട്ട് വളരെ പെട്ടെന്നാണ് അത്, കുറച്ച് മാസം പിടിച്ചെങ്കിലും 22,000 നിന്ന് 23,000 എത്താൻ വലിയ സമയം പിടിച്ചില്ല, വളരെ ഫാസ്റ്റായിട്ട് എത്തും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പ്ലാൻ കരുതി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ടുകളാണ് ഈ ഫണ്ടുകളൊക്കെ. ഇതിലെങ്ങനെയാണ് ഇടേണ്ടത്? ഡെയിലി ഇടുക. അതായത് നിങ്ങൾക്കൊരു മാസം ഇത്ര ഇൻകം ഉണ്ട്, നിങ്ങൾ ഇത്ര രൂപയാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ദിവസം എത്രയാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുക? 30 ദിവസം കൂട്ടണ്ട, 22 ദിവസമാണ്. ശരി, ഞായറും ഇൻവെസ്റ്റ്മെൻറ്റ് പോവില്ല. അപ്പോൾ 22 ദിവസമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര രൂപ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു കണക്കെടുക്കുക. എന്നിട്ട് മാർക്കറ്റ് വാല്യുവേഷൻ കൂടുതലാകുമ്പോൾ, ഇപ്പോൾ 26,000 മുകളിൽ മാർക്കറ്റ് പോയിട്ടാണ് ഈ കറക്ഷൻ വന്നിരിക്കുന്നത്. അതായത് വാല്യുവേഷൻ കൂടി ഇപ്പോൾ കറക്ഷൻ വന്നു എന്നുള്ളൂ. അങ്ങനെ മാർക്കറ്റ് വാല്യുവേഷൻ കൂടുതലാകുമ്പോൾ ഹൈബ്രിഡ് ഡെപ്റ്റ് ഫണ്ടുകളിലേക്ക് മാറുകയും വാല്യുവേഷൻ കുറയുന്ന സമയത്ത്, ഞാനിപ്പോൾ പറഞ്ഞല്ലോ 25,000, 24,000, 23,000 അങ്ങനെ കിട്ടുകയാണെങ്കിൽ, കിട്ടുന്ന സമയത്ത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഡെപ്റ്റ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ ഗ്രോത്ത് ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് സ്വിച്ച് ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കയ്യിൽ പൈസ ഉള്ളവർ സ്വിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. ഇതൊരു അസറ്റ് പോലെ അവിടെ കിടന്നിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ മിക്കവാറും പൈസ ഉണ്ടാവില്ല. നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ ഡൗൺ ആയിരിക്കും. നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആയിരിക്കും. ഇക്വിറ്റിയിൽ ഭയങ്കര ലാഭം കണ്ടിട്ട്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലും ഭയങ്കര ലാഭം കണ്ടിട്ട് ആ ലാഭം താഴേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആവും. പക്ഷേ ഇങ്ങനെ ഒരു പ്ലാൻ നമുക്കുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല റിട്ടേണും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ അടുത്ത ഫണ്ടുകൾ പരിചയപ്പെടുത്താം. ഇത് ഡെപ്റ്റ് ഫണ്ടുകളാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം ഡെപ്റ്റാണ്. ഒരുപാടുണ്ട്. ഡെപ്റ്റിൽ ഗിൽറ്റ് കാറ്റഗറിയിലുള്ള ഫണ്ട് നോക്കൂ. ഇതിൻ്റെ റിട്ടേൺ, ഒരു വർഷത്തെ റിട്ടേൺ 7% കണ്ടോ. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന FDയുടെ റിട്ടേൺ ഇപ്പോൾ 6.5-7% തന്നെ ബാങ്കിലുള്ളൂ. അപ്പോൾ ആ ഒരു റിട്ടേൺ നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഗിൽറ്റ് ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു റിട്ടേൺ കിട്ടിയാനെ. 2 വർഷത്തേത് 8.72%, 3 വർഷത്തേത് ഓൾമോസ്റ്റ് നിയർലി 8%, 5 വർഷത്തെ കുറവാണ് 5.36%, 10 വർഷത്തെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 7.85%. പെർ ഇയർ കിട്ടുന്ന റിട്ടേൺ ആണ്. അപ്പോൾ ഈ ഒരു റിട്ടേൺ കാണും. നിങ്ങളിവിടെ 10 വർഷത്തെ ഈ ഒരു കോളം നോക്കുക. ഈ ഒരു റിട്ടേൺ എന്ന് പറഞ്ഞാൽ 7%. ഒരുപാട് ഫണ്ടുകൾക്ക് 7% ഉണ്ട്,
മിക്കതും 7 അല്ലേ? മിക്കതും ഇവിടെ ലാസ്റ്റ് ഏതോ ഒരു ഓവർനൈറ്റ് ഫണ്ടിനാണ് 5.5% ഉള്ളത്. ബാക്കി ഇവിടെ ലിക്വിഡ് ഫണ്ടിന് 6%, അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടിന് 6% മുകളിൽ, മീഡിയം ടു ലോങ് ടൈം ഫണ്ടിന് 6% മുകളിൽ, അങ്ങനെ പോകുന്നു. പിന്നെ 7 വരുന്നത് ഇവിടെ 6.83, 6.71, അതായത് മീഡിയം ഡ്യൂറേഷൻ ഫണ്ട്, ഡൈനാമിക് ബോണ്ട് ഫണ്ട്, പിന്നെ ഗിൽറ്റ് ഫണ്ട്, പിന്നെ ഫ്ലോട്ടർ ഫണ്ട്, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്, അതൊക്കെ 7 കേട്ടോ. അതൊക്കെ 7%. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ വേണമെങ്കിൽ ഡെപ്റ്റ് ഫണ്ടാണ്, വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിഡ്രോ ചെയ്തെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാം. അല്ലെങ്കിൽ ഈ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് സ്വിച്ച് ഹൈ റിസ്ക് ഉള്ള ഫണ്ടുകളിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ മാർക്കറ്റും വാല്യുവേഷൻ കൂടി നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. വാല്യുവേഷൻ കുറഞ്ഞിരിക്കുമ്പം ഇവിടുന്ന് ഫണ്ട് ബൾക്കായിട്ട് സ്വിച്ച് ചെയ്യുകയും ചെയ്യുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ SIP ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യരുത്. പലരും ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ SIP അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഭയങ്കര മണ്ടത്തരമാണ്. ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു പവർഫുൾ ടൂളാണ് SIP. അത് ഒരുപാട് നാൾ ഇപ്പോഴും ഈ മാർക്കറ്റ് കറക്ഷനിൽ SIP ചെയ്തവർക്ക് ലാഭമാണ്. അവരത്യാവശ്യം നല്ല ലാഭത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഫണ്ടിൻ്റെ അനുസരിച്ച് ഇപ്പോൾ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പൊക്കെ ചെയ്തവർക്ക് വലിയ ലാഭം ഉണ്ടാവില്ല. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരും. മാർക്കറ്റ് ഇപ്പോൾ കറക്റ്റ് ഒരു വർഷം കറക്റ്റ് ചെയ്തു എന്ന് കരുതിയത് ഇതിനു മുമ്പ് ഇഷ്ടംമാർ വന്നിട്ടുള്ളതാണ്. ഇനിയും വരും ഇത്. പക്ഷേ ചില സമയങ്ങളിൽ ഷൂട്ടപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഗോൾഡിലും സിൽവറിലും ആ ഷൂട്ടപ്പ് നമുക്ക് കിട്ടിയില്ലേ, ഇനി അടുത്തത് നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിലാണ് ആ ഷൂട്ടപ്പ് കിട്ടേണ്ടത്. അപ്പോൾ 2026 നല്ലൊരു റാലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഇതൊന്ന് നോക്കിയേ. ഇത് കുറച്ച് ഫണ്ടുകളുടെ പേരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചുമ്മാ പോയി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നേരത്തെ ഞാൻ കാണിച്ച കാറ്റഗറിയാണ്. ഇത് കുറച്ച് ഫണ്ടിൻ്റെ പേരാണ്. ഇപ്പോൾ HDFCയുടെ ഇക്വിറ്റി സേവിങ് ഫണ്ട്. ഈ ഒരു ഫണ്ടിൻ്റെ 1 വർഷത്തെ റിട്ടേൺ 5.25%. ശരി, 2 വർഷത്തേത് 9% മുകളിൽ, 3 വർഷത്തേത് 10ൻ്റെ അടുത്ത്, 5 വർഷത്തേത് 11%, 10 വർഷത്തേത് 9.89%, സിൻസ് ഇൻസെപ്ഷൻ 9.42%. ഈ 1 വർഷത്തെ റിട്ടേൺ ഈ 5.25 കാണുമ്പം പലരും പറയും ബാങ്കിലിട്ടാൽ പോരെ എന്ന് ചോദിക്കും. ബാങ്കിലിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു ഫിക്സഡ് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഈ 11%, 9% ഒന്നും കിട്ടില്ല. ഇപ്പം 5 വർഷം മുമ്പ് ഇട്ട ആൾക്ക് എല്ലാ വർഷവും ഈ 11% റിട്ടേൺ ഓൺ ആൻ ആവറേജ് ആണ്. ചില വർഷം 15 കിട്ടും, ചില വർഷം 8. അങ്ങനെ കുറയും കൂടുതലും ഉണ്ടാവും. പക്ഷേ ആവറേജ് നോക്കുമ്പോൾ അദ്ദേഹത്തിന് 11% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഈ വർഷം കുറവാണ് എന്ന് കരുതി അടുത്ത വർഷം കുറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് നമ്മുടെ FD ഒക്കെ ഇടുമ്പോൾ അത് ആ ഫിക്സഡ് ആ റിട്ടേണേ ഉള്ളൂ. പക്ഷേ FD വേണ്ടെന്നല്ല, FD വേണം. FDയും മ്യൂച്വൽ ഫണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുറേ ഗുണങ്ങൾ മ്യൂച്വൽ ഫണ്ടിനാണ് കൂടുതൽ. ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടെ ചെയ്യാം, കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സൊന്നും അത് കാണാൻ സാധ്യതയില്ലല്ലോ. അതുപോലെ സുന്ദരം ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്, അതും ഓൾമോസ്റ്റ് അതേപോലെയുള്ള റിട്ടേൺ ആണ്. കണ്ടില്ലേ, ഓൾമോസ്റ്റ് അതാണ്. ഇവിടെ 9 സംതിങ് ആകുമ്പോൾ ഇവിടെ 10 സംതിങ്, ഇവിടെ 11 ആകുമ്പോൾ ഇവിടെ 11.53 ഉണ്ട്. അങ്ങനെ ചെറിയ കൂടുതൽ ഇവിടെയുണ്ട്, ചെറിയ കുറവ് ഇവിടെയുണ്ട് ഈ ഭാഗങ്ങളിൽ. അപ്പോൾ അതങ്ങനെ അങ്ങ് പോവും. ഇനി കൊട്ടക്കിൻ്റെ ഇക്വിറ്റി സേവിങ് ഫണ്ട് ഇത് നോക്കൂ, ഇതും അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെ കാറ്റഗറി ആവറേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. മാക്സിമം കാണാൻ പറ്റും, മിനിമം കാണാൻ പറ്റും. എന്തായാലും പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യകത മനസ്സിലായി കാണുമല്ലോ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതനുസരിച്ചുള്ള വീഡിയോ അടുത്ത് നമുക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.